ഇവിടെ ആയിരക്കണക്കിന് ഗ്ലേഷ്യറിലേക്ക് പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ. ദനാലി നാഷണൽ പാർക്കിലും സെയിം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പണ്ടൊക്കെ ഹെലികോപ്റ്റർ റെസ്ക്യൂവിനൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഹെലികോപ്റ്റർ പറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈമറ്റാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കിളിമഞ്ചാരോയിൽ ഞാൻ പോയപ്പോൾ ഫെബ്രുവരി പോയപ്പോൾ മഴയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫെബ്രുവരിയിൽ അങ്ങനെ മഴ പെയ്യാറില്ല, മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ അവിടെയും ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൗണ്ടൻസിലാണ് ആദ്യം ക്ലൈമറ്റ് മാറുന്നത്, പിന്നെയാണ് നമ്മുടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമ്മുടെ സാധാരണ സ്ഥലത്തേക്ക് വരുന്നത്. ഇതൊക്കെ ഞാൻ ഡയറക്റ്റായിട്ട് കണ്ട് ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇപ്പോൾ ഇത്ര രാജ്യങ്ങളൊക്കെ പോയി അവിടുത്തെ ആൾക്കാരെക്കുറിച്ചും അവരുടെ പ്രോത്സാഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്? കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവാണ്. മീൻസ് ആൾക്കാർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസോ മൗണ്ടനറിങ് എന്താണെന്നോ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ട്രക്കിങ്ങും യാത്രയൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. ബാക്കിയുള്ള ഒരാളോട് ഞാൻ എവറസ്റ്റ് കയറി എന്ന് പറഞ്ഞാൽ അവർ മല കയറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പലരും എന്നെ മല കയറി എന്നാണ് വിളിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമാണെങ്കിലും അവർ പല സ്ഥലങ്ങളിലും എന്നെ ആദരിക്കാൻ വേണ്ടി വിളിക്കും. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയം കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ഖാൻ വന്നിരിക്കുന്നു. എവറസ്റ്റ് എന്നൊരു വാക്കുപോലും അവർ പറയത്തില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് എവറസ്റ്റിൻ്റെ മുകളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം അത് അറിയാത്തത് കൊണ്ടാണ്. ബേസിക്കലി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അവർക്ക് സാധാരണ മലയാണ് എവറസ്റ്റും. കാരണം നമ്മൾ അനുഭവിക്കാത്ത ഒന്നും നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കത്തില്ല. -30 എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ചുമ്മാ രസം, ഒരു -30 തണുപ്പാന്നൊരു ഇത്, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാവാത്ത ഒരാളാന്ന് വെച്ചോ. അപ്പം നിങ്ങൾ ഡിപ്രഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഡിപ്രഷനെ കുറിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല, മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത് തന്നെയാണ് നാട്ടിലെയും പ്രശ്നം. നാട്ടിലെ പല ആൾക്കാരും യാത്ര ചെയ്യുന്നത് അവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് കൂടുതലും. വളരെ കുറച്ച് ആൾക്കാരെ സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ളൂ. അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. വിദേശത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ, കാർഡിയോളജിസ്റ്റുകൾ, അവിടുത്തെ നാസയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സംസാരിക്കുമ്പോൾ ഇവരാണെന്ന് നമുക്ക് മനസ്സിലാവും. വൈകുന്നേരം കഴിക്കുമ്പോൾ അവർക്കൊന്നും ഒരു ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ല. അപ്പോൾ അവർക്ക് പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ പല ആൾക്കാരും യാത്ര ചെയ്യുന്നത് ടി വിയിലും ഈ പറയുന്ന വീഡിയോയിലും വരാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല അവർ വളരെ സീരിയസ് ആയിട്ടല്ല യാത്ര ചെയ്യുന്നത്. ഒരുപാട് പേര് ബേസ് ക്യാമ്പിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സ്വപ്നം എവറസ്റ്റിൽ പോകണമെന്ന് തന്നെയാണ്. ബേസ് ക്യാമ്പിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊക്കെ ഏറ്റവും പൈസ കുറഞ്ഞു പോകണം, റേറ്റ് കുറഞ്ഞു പോകണം. റേറ്റ് കുറഞ്ഞു പോകുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മുടെ സേഫ്റ്റിയാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാതെ പോകരുത്. ഇൻഷുറൻസ് എടുത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റും. ബേസ് ക്യാമ്പിലോട്ട് പോകുന്ന വഴിക്ക് പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ഹെലികോപ്റ്റർ വിളിക്കുക, ഇവാക്യുവേറ്റ് ചെയ്യുക, തിരിച്ചു വരിക. എത്രയോ പേര് അങ്ങനെ മരിച്ചു പോയെന്നറിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ലഡാക്കിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ മരിച്ചു. ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ 1-2 ഫ്രണ്ട്സ്, അതിൽ കൂടുതൽ എനിക്കറിയാവുന്നവർ മരിച്ചു. കാരണം ഇവരോടൊക്കെ ഞാൻ പറയുന്നതാണ്, ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ കൃത്യമായ ആൾക്കാരെ അറിയിച്ചിട്ട് പോകണം. പലരും അറിയിക്കാതെ പോകും. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോഴും ഒരു കുട്ടിക്കളിയായിട്ട് നടക്കുന്ന ഒരു സ്റ്റേജിലാണ് നാട്ടിലെ ഈ മൗണ്ടനറിങ്. ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ പലരും അവരുടെ എന്താ പറയുക, കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ വന്നൊരു ട്രക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവർ മൗണ്ടനയർ ആയെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങൾ ട്രെയിനിങ്ങിന് പോകും. സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 മാസത്തെ ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ അവർക്ക് സമയം കാണത്തില്ല ട്രെയിനിങ്ങിന് പോകാൻ. ഇതിനുള്ള ട്രെയിനിങ് സെന്ററുകളൊന്നും ഇല്ലല്ലോ നമ്മുടെ കേരളത്തിലോ? അങ്ങനെ എവിടെയെങ്കിലും? കേരളത്തിലല്ല, നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇതിന് ട്രെയിനിങ് സെന്ററുകളില്ല. ഇല്ല, കാരണം വലിയ മലകളില്ല. ഇതിന് ട്രെയിനിങ്ങിന് ഞാൻ ട്രെയിനിങ്ങിൻ്റെ അറ്റം വരെ പോയിട്ടുള്ളതാണ്. ബേസിക് മൗണ്ടനറിങ് കോഴ്സ്, അഡ്വാൻസ്ഡ് മൗണ്ടനറിങ് കോഴ്സ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ താല്പര്യം കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. അല്ലാതെ എനിക്ക് അതിൽ നിന്ന് വേറൊന്നും കിട്ടുന്നില്ല. കാരണം എനിക്ക് പോകുമ്പോൾ പുതിയൊരു 10-200 ഫ്രണ്ട്സിനെ കിട്ടും. എൻ്റെ ശൃംഖല വലുതായിക്കൊണ്ടിരിക്കും. അവരുമായിട്ട് 1 മാസം നമുക്കൊരു മലയിലുള്ളൊരു യാത്ര. വലിയ പൈസയില്ല ഇതിന് 10,000-20,000 25,000 രൂപ കൊടുത്താൽ മതി. 1 മാസം ഭക്ഷണം, താമസം, യാത്ര എല്ലാത്തിനോട് ചേർന്നിട്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന കോഴ്സാണ്. അപ്പോൾ എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇതുപോലെയുള്ള സോക്കോൾഡ് അഡ്വഞ്ചറിസ്റ്റുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയം കണ്ടെത്തി നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് പോകും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. വളരെ സീരിയസ് ആയിട്ട് എടുത്തുള്ള കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. വളരെ അപ്രീഷിയേറ്റീവാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അല്ലാത്ത ആൾക്കാരൊക്കെ ചുമ്മാ അവരുടെ ജീവിതം റിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എവറസ്റ്റ് കീഴടക്കി വന്ന ഒരു സിവിലിയനാണ്. അത് ഏറ്റവും പ്രായം കുറഞ്ഞ സിവിലിയനാണ് നിങ്ങൾ. അതെ. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ സൈഡിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ എന്തെങ്കിലും അപ്രീഷിയേഷനോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നാട്ടിൽ കിട്ടിയിരിക്കുന്ന അപ്രീസിയേഷൻ വളരെ കുറവാണ്.
കാരണം എന്നെപ്പോലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും അപ്രീസിയേഷനോ വേണ്ടത്. നമുക്കൊരു സ്പോൺസറെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കമ്മ്യൂണിറ്റീസ് അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ അതുപോലെ സപ്പോർട്ട് ഇതുവരെ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ലെവലിന് മേളിലേക്ക് ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന ഇതോ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടി ഹിറ്റാവുന്ന ആൾ ഇത് കിട്ടുന്നത് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോലെ ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ മറ്റൊരാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പലപ്പോഴും നോക്കുമ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയുക, വലിയ വലിയ ഇൻഫ്ലുവൻസറായിട്ടിരിക്കുന്ന ആൾക്കാർ വലിയ കമ്പനികളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ലൈക്ക് അവർക്ക് ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പല ആൾക്കാരോട് ബന്ധപ്പെട്ടു, എൻ്റെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അവരൊക്കെ വലിയ പൈസ ചോദിക്കുന്നത്. എൻ്റെ ഒരു 5 മിനിറ്റത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി 5 ലക്ഷം രൂപ വരെ ചോദിച്ചവരുണ്ട്. പിന്നെ മാസം 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയ്ക്കാണ് ഇവർ ഈടാക്കുന്നത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത്രയും പൈസ ഒന്നും കൊടുക്കാനില്ല. ഞാനപ്പം എല്ലാവരോടും സംസാരിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ഈ ആക്ടിവിറ്റി എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായത് കാര്യം, ഇപ്പോൾ 1 മില്യൺ 2 മില്യൺ 3 മില്യൺ 10 മില്യൺ 100 മില്യൺ ഉള്ള ആൾക്കാർ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ അത്രയും കിട്ടുന്നത്. തീർച്ചയായും അവർ ഒരു കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും റീച്ച് കിട്ടത്തില്ല. അവർ പൈസ ഇറക്കിയാണ് പൈസ മേടിക്കുന്നത്. നമ്മുടെ എല്ലാം പൈസ ഇറക്കി ആൾക്കാരെ മുന്നിൽ കാണിക്കാനുള്ള ഒരു ഇതില്ല. സോഷ്യൽ മീഡിയ ഒരു പ്രശ്നം അത് തന്നെയാണ്. പൈസ ഇറക്കാത്തതന്നെ ഇവൻ പുറത്ത് കാണിക്കത്തില്ല. നമുക്ക് ചില ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചില ആൾക്കാർ എനിക്ക് അറിയാവുന്നവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുമ്പോൾ അവർക്ക് വളരെ ഫോളോവേഴ്സ് കുറവായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളായിരിക്കും. അറിയത്തില്ല. കാരണം ഇതൊരു പെയ്ഡ് സാധനമാണല്ലോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് മാത്രമായിരിക്കും. സോഷ്യൽ മീഡിയക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ ഇദ്ദേഹത്തെ ലോകത്തിന് മുന്നിൽ കാണിക്കത്തുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായത്, ഞാൻ കാണുന്ന സെലിബ്രിറ്റികളൊക്കെ കാശ് കൊടുത്തു തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് അവരെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവ്രിബഡി. അല്ലാത്തവരുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഞാൻ ബന്ധപ്പെട്ടവരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. അവർ മറ്റേ ചാനൽ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് സ്പോൺസർമാരും അവരെ കാണാൻ വേണ്ടിയിട്ട് മറ്റവരെയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് 2 ലക്ഷം കൊടുക്കണം, മറ്റവർ ചെയ്യുന്നു 3 ലക്ഷം കൊടുക്കണം. PR പ്രൊജക്റ്റാണ്, മൊത്തം പരിപാടികളാണ്. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഞാൻ ആ പൈസ കൊണ്ട് 3-4 രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ പർവ്വതം കയറും. കാരണം ആൾക്കാർ പറയുന്നത് ശരിയാണ്, പൈസ ഇട്ട് വേണം പൈസ ഉണ്ടാക്കാൻ. പൈസയുടെ നമ്മുടെ ഇല്ലല്ലോ ഈ പറഞ്ഞ ഫ്രീ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ എത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞിട്ട് ആരെങ്കിലും കാണാൻ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോ മിനിസ്റ്ററി സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ വന്ന സമയത്ത് തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ എവറസ്റ്റിൽ നിന്ന് വന്ന സമയത്ത് തന്നെ പിന്നെ പല ആൾക്കാർ വലിയ പ്രമുഖരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രവാർത്തയ്ക്ക് വേണ്ടിയാണ് ബേസിക്കലി വരുന്നത്. അവരുടെ ഒരു പത്രവാർത്ത, കാരണം അവരുടെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അല്ലാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടല്ല വരുന്നത്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. നമ്മളിവരെയൊക്കെ കാണുമ്പോൾ അയ്യോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ കൈകൂപ്പി നിൽക്കും. ബേസിക്കലി അവർക്ക് ആ ഒരു വാർത്ത മതി. അത് കഴിഞ്ഞ് നമ്മളവരെ കോൺടാക്ട് ചെയ്താൽ പോലും അവർ തിരിച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യത്തില്ല.